ഹലോ, മൂന്നാറിൻ്റെ ഉള്ളുതേടിയുള്ള യാത്രയിൽ അങ്ങനെ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലും എത്തി. 1978 ഇടുക്കി ജില്ലയിലെ മൂന്നാറിലുള്ള ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥാപിതമായത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ അഥവാ നീലഗിരി താർ എന്നറിയപ്പെടുന്ന ആടുകളുടെ സംരക്ഷിത കേന്ദ്രമായിട്ടാണ് ഈ ഇരവിക്കുളം ദേശീയോദ്യാനത്തിനെ കാണുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ഒരിടം കൂടിയാണ് ഈ ഇരവിക്കുളം ദേശീയോദ്യാനം. അടുത്തത് ഈ നീലക്കുറിഞ്ഞി 12 വർഷം കഴിഞ്ഞിട്ട് പറയുമ്പോൾ 2030 ഇനി അടുത്ത നീലക്കുറിഞ്ഞി പൂക്കൾ ഇവിടെ വിരിയുന്നത്. ഈ വരയാടുകളുടെ പ്രജനനകാലമായ ഫെബ്രുവരിയും മാർച്ചും ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഉദ്യാനം ക്ലോസ്ഡ് ആയിരിക്കും. ഏപ്രിൽ 1 ഇതിൻ്റെ റെസ്റ്റോറൻറ്റും അതുപോലെയുള്ള ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇനോഗ്രൽ സെറമണിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് അതുപോലെ അവിടെ വനവിഭവങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂം കൂടി അവിടെയുണ്ട്. അവിടെ തേന്, നന്നാത്ത്, ഏലക്ക, അങ്ങനെ സ്പൈസസ്, അങ്ങനെയുള്ള ഒരുപാട് സ്പൈസസ്, അതുപോലെ ഡ്രസ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഫോറസ്റ്റിൻ്റെതായ ആ ഒരു സ്റ്റൈലുള്ള ഡ്രസ്സും ഓവർകോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ചന്ദനത്തിൻ്റെ കട്ട, അതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ പരീക്ഷിച്ചതിന് ശേഷമാണ് ഇവിടെ ഇപ്പം ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിന് ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമേ അതുപോലെ ഓൺലൈൻ ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇന്നാണ് ഇനോഗ്രേഷൻ നടക്കുന്നത്. ഈ ഫസ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കും എല്ലാവരുടെയും ആ ഒരു സന്തോഷവും ആ ഒരു ക്ലീൻനെസ്സും അവിടെ ആ ദേശീയോദ്യാനത്തിൽ കാണാൻ തന്നെയുണ്ട്. അങ്ങനെ ഫസ്റ്റിലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റെസ്റ്റോറൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഭക്ഷണമായിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തു, ഇനോഗ്രേഷനോടെ സ്റ്റാർട്ട് ചെയ്തു, ഭക്ഷണമായിട്ടില്ല. അപ്പം നേരെ ആ വനവിഭവം നാഷണൽ പാർക്ക് ഇന്ത്യയിലെ 438 ദേശീയോദ്യാനങ്ങളിൽ നമ്പർ 1 സെലക്ട് ആയ നാഷണൽ പാർക്ക്. എല്ലാ സന്ദർശകർക്കും സ്വാഗതം. നേരെ ആ വനവിഭവങ്ങൾ വിൽക്കുന്ന ആ ഒരു ഷോപ്പിലേക്ക് നമ്മൾ കയറി. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതും റെസ്റ്റോറൻറ്റിലുള്ള രാവിലത്തെ ഭക്ഷണങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ വരയാടുകളുള്ള ഒരു സ്ഥലം, കുറച്ച് മുകളിലേക്കാണ്, ഒരു മലയുടെ മുകളിലേക്കായിട്ടാണ് അത് വരുന്നത്. അപ്പം അവിടത്തേക്ക് പോയി. അവിടെ പോകുന്നതെന്ന് വെച്ചാൽ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വരയാടുകളുടെ പ്രജനനകാലത്തിനെ പറ്റിയിട്ടും അതുപോലെ ഇവിടെ ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ സെൻസസ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടും ഫോറസ്റ്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് തുടർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതൊരു ഫോട്ടോഷൂട്ട് പോയിൻ്റാണ്. ഇവിടെ കയറിയിട്ട് നമുക്ക് വളരെ ദൂരം ആ ഒരു ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ മുഴുവൻ വ്യൂവും ഇവിടെ നിന്ന് നമുക്ക് കിട്ടും.
സാധാരണ വളരെ ദൂരേന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ മുൻപത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ദൂരേന്ന് കണ്ടിരുന്ന ഈ വരയാടുകൾ നമുക്ക് അത്രയും അടുത്തുനിന്ന് വളരെ അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് ഇത് റോഡ് ക്രോസ് ചെയ്യുകയും നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്ന് പുല്ല് മേയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോൾ സമയത്ത്. കാരണം എത്രയോ ദൂരേന്നായിരിക്കും നമുക്ക് എപ്പോഴും അതിനെ കാണാൻ പറ്റുക. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ അവർ ഫുഡ് അവിടെ അടുത്തേക്ക് വെച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത്രയും അടുത്ത് തന്നെ നമുക്ക് ആ ആടുകളെ കാണാൻ പറ്റി. ഇതുവരെ കാണാൻ പറ്റാത്തതിൻ്റെ ആ ഒരു സന്തോഷം, നമ്മൾ വളരെ ദൂരെ നിന്നും കണ്ടിരുന്ന ഒരു ഒന്നിനെ നമുക്ക് അത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എൻട്രി ടൈം 8 to 2 PM എന്നാണ് അവർ ആ ഒരു ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫീസ് അഡൾട്ടിൻ്റെത് 200 റുപ്പീസാണ്. ഇത് 13 കിലോമീറ്റേഴ്സ്, ഈ ഇരവിക്കുളം ദേശീയോദ്യാനം വരുന്നത് മുന്നാറിൽ നിന്നും 13 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഇരവിക്കുളം ദേശീയോദ്യാനം ഉള്ളത്. ഒരു സംരക്ഷിത വനമേഖല എന്നല്ല, സംരക്ഷിത ഉദ്യാനമായിട്ടാണ് കാണുന്നത്. കാരണം ഈ വരയാടുകൾ വംശനാശ ഭീഷണി നേരിടുന്നത് കൊണ്ട് തന്നെ ഈ വരയാടുകളെ അത്രയും നല്ല രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആകെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ വരയാടുകളെ കാണാൻ പറ്റുകയുള്ളൂ. ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ ദേശീയോദ്യാനം ഏറ്റവും മികച്ച ദേശീയോദ്യാനം ആയിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 200-ൽ പരം ഔഷധ സസ്യങ്ങളുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ദേശീയോദ്യാനം അറിയപ്പെടുന്നത്. மேடம் இது வரையாடில்லை மேடம், இது வந்து நம்ம சென்சஸ் எடுക്കുന്നதான். 4 பேர் நாங்களாயிட்டு கேமரா ட்ராப் ஆகிட்டு கொண்டு போய் கேமராக்க பிடிப்பிச்சுட்டு அதில் നോക്കി എത്ര വരയാടൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതേപോലെ 4 സ്ഥലത്തിൽ വെച്ച് എല്ലാവരും അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എല്ലാം കൗണ്ട് ചെയ്തിട്ട് ഒരു തോരായമായിട്ട് 1200 ആടുള്ളൂ. പിന്നെ അതിലത് ഇപ്പോൾ ഫൈനാക്കുലർ നോക്കിയിട്ട് എത്ര ഡിസ്റ്റൻസ് എല്ലാം കൗണ്ട് ചെയ്യും, ഏത് സ്പാട്ട് ഏത് ഇതിലുണ്ടെന്ന്. പിന്നെ നോക്കിയിട്ട് പിന്നെ അവിടുത്തെ ഉള്ളവരും അതേ സെയിം ആടെ കാണില്ലേ, പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഉള്ള ആടെ അങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ തോരായമായിട്ട് ആട് 1200 ആടുള്ളൂ. 1200. ഓ, അത്രയും ഇപ്പോഴും ഉള്ളൂ മേഡം. അപ്പോൾ ഈ 2 മാസം ഇവർ ബ്രീഡിങ് സീസൺ അല്ല? ഇപ്പോൾ ഈ 2 മാസം ക്ലോസ് ചെയ്തായിരുന്നു മേഡം. വർഷം എപ്പോഴും ക്ലോസ് ചെയ്യുന്ന ഈ 2 മാസം എപ്പോഴും ക്ലോസ് ചെയ്യും. പറയായിരുന്നു പ്രസവ ടൈമാണ്. അപ്പോൾ ഈ ഫ്ലാറ്റൊക്കെ മൊത്തം ഫിൽമേടെല്ലാം തീക്കെത്തിക്കും. അപ്പോൾ റെയിനി സീസണിലൊക്കെ അത് എപ്പോഴും ഉണ്ടാകുന്നത് മേഡം. റെയിനി സീസണിലൊക്കെ കാണാൻ പറ്റത്തില്ല. ഓ, അതുപോലെ ഇത് ചോളകത്ത് കയറുന്നില്ല, എപ്പോഴും ഫിൽമേഡിലേ ഉണ്ടാകും. അതാ പറയാട്ട് വരയിലും മാത്രം, അത് ഫിലിം പാറതിൽ മാത്രം ഉണ്ടാകും. ചോളകത്ത് കയറത്തില്ല. അപ്പോൾ ഈ മഴക്കാലത്ത് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല മേഡം. അപ്പോൾ ഈ 2 മാസം ഇനിയിപ്പം 2 മാസം പറയാട്ട് പ്രസവ ടൈമാണ്. അപ്പോൾ അടുത്ത് ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ജെൻസ് എടുക്കും. ഓ, കൗണ്ട് ചെയ്യും പടയപ്പൊടി. അത് ശരി. അപ്പോൾ ഇപ്പം അത് എന്താ ഡെലിവറി? ഡെലിവറി. അപ്പോൾ ഇപ്പം തീരെ ഉണ്ടാവില്ലല്ലോ മേഡം. ഡെലിവറിന്റെ ടൈമിൽ ഉണ്ടാവില്ലല്ലോ കുട്ടിയാടുകൾ. ഡെലിവറി കഴിഞ്ഞ കുട്ടിയൊക്കെ താലോട്ട് ഇറങ്ങി വന്നു. ഓ, കുട്ടിയൊക്കെ വന്നു മേഡം. അത് 2 മാസം ടൈമാണ്. 2 മാസം 1 മാസം കുട്ടി ഇടും. 1 മാസം അത് എല്ലാം റെഡിയാക്കി എല്ലാം താലോട്ട് കൊണ്ടുവരും. ഓക്കെ താങ്ക് യു. തുടരുത്, ഡോണ്ട് ടച്ച്.
തുടരുത് പ്രത്യേകത മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കൊമ്പും അതുപോലെ കുറച്ച് സ്റ്റൗട്ട് ബോഡിയും ആയിരിക്കും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വരയാട് എന്ന് പറയുന്നതുകൊണ്ട് വരകളൊന്നും അതിലൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു ഈ വരയാട് കണ്ട് ഇതിനെന്തുകൊണ്ടാണ് വരയൊന്നും ഇല്ലാത്തത് എന്ന്. ആടുകളെ നേരിട്ട് കണ്ടതിൻ്റെ അടുത്ത് കണ്ടതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു സുഖവും ഒക്കെ അറിഞ്ഞ് നമ്മൾ ആ വെയിലിൻ്റെ ചൂടേറ്റ് വാടിത്തളർന്ന് എല്ലാവരും തിരിച്ചിറങ്ങുകയാണ്. ഈ മല തിരിച്ചിറങ്ങാൻ താഴെ എത്തിയിട്ട് വേണം വല്ലതും കഴിക്കാൻ എന്നുള്ളൊരു മൂഡിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വരയാടുകളെയൊക്കെ കണ്ട് ഈ മലയുടെ ഭംഗിയും കാറ്റിൻ്റെ സുഗന്ധവും ഭൂപ്രകൃതിയുടെ ആ ഒരു തനിമ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അടുത്ത വീഡിയോ കൊളുക്കുമല എന്നറിയപ്പെടുന്ന മുന്നാറിൻ്റെ തന്നെ ഒരു ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. എല്ലാവരും ആ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോവും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ബൈ.